ഒരിക്കൽ അസുരന്മാരുടെ രാജാവായിട്ടുള്ള രാവണാസുരൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കിങ്കരൻ മഹാദേവൻ്റെ ഭാര്യയായിട്ടുള്ള പാർവതിയുടെ സൗന്ദര്യത്തെപ്പറ്റി വർണ്ണിക്കുകയാണ്. അങ്ങനെ ഈ പാർവതിയുടെ സൗന്ദര്യത്തെപ്പറ്റി കേട്ടിട്ട് അതിൽ അനുരക്തനായിട്ടുള്ള രാവണാസുരൻ കൈലാസത്തിലെത്തി. എന്നിട്ട് മഹാദേവൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ മഹാദേവൻ രാവണാസുരനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്, എന്തും ചോദിച്ചു കൊള്ളൂ എന്ന്. അപ്പോൾ രാവണാസുരൻ പറയുകയാണ്, അങ്ങയുടെ ഭാര്യയായിട്ടുള്ള പാർവതിയെപ്പറ്റി, അവളുടെ സൗന്ദര്യത്തെപ്പറ്റി കേട്ട് ഞാൻ അറിഞ്ഞിരുന്നു, അതിനാൽ അവളെ എൻ്റെ കൂടെ ലങ്കയിലേക്ക് അയക്കണം. അപ്പോൾ മഹാദേവൻ അപ്രകാരം തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വരം കൊടുത്ത് രാവണാസുരനെ പറഞ്ഞയച്ചു. ഈ സമയം പാർവതി ദേവി മാനസ സരോവരത്തിൽ നീരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊന്നും ദേവി അറിഞ്ഞില്ല. അപ്പോൾ കൈലാസത്തിൽ നിന്നും ദേവിയുടെ ഒരു ദാസി പെട്ടെന്ന് ഇതൊക്കെ കേട്ട് പരിഭ്രമിച്ച് ഓടിയെത്തിയിട്ട് ദേവിയുടെ അടുത്ത് വന്നിട്ട് ഈ നടന്ന കാര്യങ്ങളൊക്കെ ദേവിയോട് പറയുകയാണ്. അപ്പോൾ ദേവി എന്ത് ചെയ്തു, ആ മാനസ സരോവരത്തിനടുത്തിരുന്ന ഒരു തവളയെ പിടിച്ചിട്ട് ആ തവളയിൽ നിന്നും അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഉണ്ടാക്കി. ആ സ്ത്രീയെ മാനസ സരോവരത്തിൻ്റെ അടുത്ത് തന്നെയുള്ള രാക്ഷസതല എന്ന് പറയുന്ന ഒരു തടാകത്തിൽ നീരാടാനായിട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ രാവണാസുരൻ പാർവതി ദേവിയെ അന്വേഷിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ തടാകത്തിൽ അതിസുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയെ കാണുകയും ഇവളായിരിക്കും പാർവതി ദേവി എന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അങ്ങനെ അവർ വിവാഹിതരായി. ഈ സ്ത്രീയാണ് പിന്നീട് രാവണാസുരൻ്റെ ഭാര്യയായി തീർന്ന മണ്ഡോദരി. അതായത് തവളയിൽ നിന്നും ഉണ്ടായി വന്നവൾ എന്ന അർത്ഥത്തിലാണ് മണ്ഡോദരി എന്ന നാമം ഈ സ്ത്രീക്ക് ലഭിച്ചത്.